3 ഐറ്റംസ് കൊണ്ട് ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പാലെടുത്തിട്ട് അതിൽ കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്തിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കണം. ആൻഡ് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക. 1 or 2 കപ്സ് മിൽക്കിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. കാരമലൈസ് ആയി വന്നതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി മിൽക്ക് ഫുൾ അതിലേക്ക് ആഡ് ചെയ്യണം. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടെ. എനിക്ക് അത് എടുക്കാൻ മടിയുള്ള കാരണം ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ അത് നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ കോഴിമുട്ടയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ 2 ബാറ്ററും കൂടെ ഒന്നാക്കുക. എന്നിട്ടൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് വെക്കുക കേട്ടോ. നമുക്കിനി അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഐഡിയ പോലെയാണ് സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം കുഞ്ഞ് ബൗൾസ് ഉണ്ടല്ലോ അതൊന്ന് ഫോയിൽ പേപ്പറായിട്ട് റാപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിക്ക് വേണം ചെയ്യാൻ. ഇവിടെ ഫോയിൽ ഇല്ലാത്ത കാരണം ഒരു 2-3 അടുപ്പ് വെച്ചിട്ടാണ് അത് സ്റ്റീം ചെയ്തെടുത്തത്. ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. അതിനുശേഷം ഞാൻ പിസ്തയും സാഫ്രോണും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, തിന്നാണിത് അടിപൊളിയാണ് കേട്ടോ. ഓവറായിട്ട് ഷുഗർ ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയം ലെവൽ ഷുഗറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ആൻഡ് ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ജെല്ലി, എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിലിടുമ്പോൾ അലിഞ്ഞു പോണ രീതിക്കായിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ.